ഹലോ ഗായ്സ്, ഇന്ന് നമ്മളൊരു ചേമേൻ കൂരയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു മീൻകറിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ആദ്യം ചേമേൻ കൂര വെട്ടി വൃത്തിയാക്കിയത് 1/2 കിലോ. അതിന് വേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, തക്കാളി, ചുവന്നുള്ളി, ഇഞ്ചി, കരിയാപ്പല, പച്ചമുളക്. ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിച്ച് അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടാകുമ്പം കുറച്ച് കടുക്, ഇതിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ചട്ടിക്കകത്ത് ഗ്യാസേ വെച്ചാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി, ഇത് നല്ലവണ്ണം വാടിയതിന് ശേഷം മൂത്തതിന് ശേഷം നമ്മൾ ചുവന്നുള്ളി, കരിയാപ്പല, ഇത്രയും ഇട്ട് നല്ലവണ്ണം ഇളക്കുക. വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളകും 2 പച്ചമുളക്, തക്കാളി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റാം. ഇത് നല്ലവണ്ണം വാടിയതിന് ശേഷം അടുത്തത് നമുക്ക് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എടുക്കാം. ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ: 2 സ്പൂൺ മൂന്ന് സ്പൂൺ മുളക് പൊടി, 2
2 സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ലേശം ഉലുവാപ്പൊടി. ഇത്രയും എടുത്തിട്ട് നമ്മളതിൽ കുറച്ച് വെള്ളം ചേർത്ത് കലക്കുക. ഇത് നമ്മൾ നല്ലോണം കുഴച്ച്, ഇങ്ങനെ കുഴയ്ക്കുന്നത് നല്ല കൊഴുപ്പുള്ള മീൻകറിയുടെ ചാറ് കിട്ടുന്നതിന് വേണ്ടിയാണ്. നമുക്ക് ഈ വഴറ്റിയതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക. എണ്ണ തെളിയുന്ന പരുവം വരെ ഇത് ഇളക്കുക. ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പാത്രത്തിൽ നിന്ന് വിട്ടുമാറുന്ന പരുവമായിട്ടുണ്ട്. എല്ലാം തെളിഞ്ഞ് പാലുവ വിട്ടുമാറുന്ന പോലെ പാത്രത്തിൽ നിന്ന് വിട്ടുമാറുന്ന പരുവമാകുമ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പാത്രം കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ പുളിവെള്ളമാണ് ഒഴിക്കുന്നത്. തോട്ടുപുളിയുടെ വെള്ളം അതൊഴിച്ച് ഇനി ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ചട്ടിയുടെ അടിയിൽ കരിയാപ്പല നിരത്തി അതിൻ്റെ മുകളിൽ മീൻ കഷ്ണങ്ങൾ പെറുക്കി വയ്ക്കുക. ഇതിലേക്ക് തിളച്ച് വരുന്ന ചാറ് നമ്മൾ ഒഴിച്ച് ഗ്യാസ് വെച്ച് കത്തിക്കുക. ഇതൊരു അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിലേക്ക് തിളച്ച മീൻചാറ് ഒഴിച്ച് കൊടുക്കുക. ഇത് ഗ്യാസിലോട്ട് വെച്ച് ഗ്യാസ് കത്തിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വറ്റിയതിന് ശേഷം കാണിക്കാം. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ്. ഇത് തവി വെച്ച് ഇളക്കാതെ തുണി വെച്ച് ചുറ്റി കൊടുക്കുക.
ഇതിലേക്ക് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ അടിപൊളി മീൻകറി റെഡിയായി. എല്ലാ കൂട്ടുകാരും ഇത് ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എനിക്ക് കാല് വയ്യാത്ത ആളായതുകൊണ്ടാണ് ഞാൻ ഇരുന്നുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. അതാണ് എന്നെ കാണിക്കാത്തത്. ഒരു ദിവസം ഞാൻ ലൈവിൽ വരുന്നതാണ്.